ശ്രീ ശങ്കുറ്റിദാസ് പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത്, അദ്ദേഹത്തിന് ചില കാര്യങ്ങൾ ഓർമ്മ വന്നതുപോലെ എനിക്ക് ഓർമ്മ വരുന്നത്, എവിടെ വരെ പോകണം എന്ന ഒരു വര BJP ആണ് കഴിഞ്ഞ 10 വർഷം വരച്ചുകൊണ്ടിരുന്നത്. അത് ഘടകകക്ഷികളാകട്ടെ പല സംസ്ഥാനങ്ങളുമാവട്ടെ, എവിടെ വരെ പോകണം എന്ന വര വരയ്ക്കുന്നത് BJP ആണ്. പക്ഷേ ഇപ്പോഴും BJP ആണ് വരയ്ക്കുന്നത്. എവിടെ വരയ്ക്കണമെന്ന് ചന്ദ്രബാബു നായിഡും നിതീഷ് കുമാറും തീരുമാനിക്കും. അപ്പോൾ ചന്ദ്രബാബു നായിഡുവിൻ്റെയും നിതീഷ് കുമാറിൻ്റെയും തീരുമാനങ്ങൾക്ക് പിന്നിൽ അണിനിരക്കേണ്ട അവസ്ഥ ഇന്ത്യയിലെ BJPക്ക് എത്തിയിരിക്കുകയാണ്. അതിനെ ശങ്കുറ്റിദാസ് ഇനിയെങ്കിലും അംഗീകരിക്കണം. പിന്നെ 400 സീറ്റിൽ അധികാരത്തിൽ വരും എന്ന് പ്രഖ്യാപിച്ച് ഭരണഘടനയെ തന്നെ തിരുത്തി എഴുതാൻ പുറപ്പെട്ട ഒരു ഗവൺമെൻറ്റിൻ്റെ രാഷ്ട്രീയ മുന്നണിയെയാണ് ഇന്ത്യയിലെ പ്രതിപക്ഷം വളരെ ശക്തമായി നേരിട്ടത്. ശങ്കുറ്റിദാസ്, ഈ പ്രതിപക്ഷത്തുണ്ടായിരുന്ന ഇന്ത്യ കൂട്ടായ്മയുടെ കയ്യിൽ എന്ത് ആയുധമാണ് ഉണ്ടായിരുന്നത്? ഈ ജനങ്ങളുടെ ആഗ്രഹങ്ങളും താല്പര്യങ്ങളും അല്ലാതെ, ജനങ്ങളുടെ വികാരവുമല്ലാതെ എന്ത് ആയുധമാണ് ഉണ്ടായിരുന്നത്? അത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടികളുടെ കയ്യിൽ എന്ത് ആയുധമാണ് ഉണ്ടായിരുന്നത്? നിങ്ങളുടെ കയ്യിൽ എന്തൊക്കെ ആയുധങ്ങൾ ഉണ്ടായിരുന്നു ശങ്കുറ്റിദാസ്? നിങ്ങൾ മറന്നുപോയോ? നിങ്ങളുടെ കയ്യിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികളെ നിങ്ങൾ കയറൂരി വിട്ട് പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരെ ജയിലിൽ അടച്ചിട്ടില്ലേ? നിങ്ങൾ ഈ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമായി നിൽക്കുന്ന മുഖ്യമന്ത്രിമാരെ ജയിലിൽ അടച്ചിട്ടില്ലേ? ജാർഖണ്ഡിലെ, അതോടൊപ്പം പിന്നെ ഡൽഹിയിലെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ പോലും നിങ്ങൾ വേട്ടയാടി ജയിലിൽ അടച്ചിട്ടില്ലേ? അതോടൊപ്പം പിന്നെ ഘടകകക്ഷികളായിട്ടുള്ള പ്രധാനപ്പെട്ട പാർട്ടികളെ നിങ്ങൾ ഭീകരമായിട്ട് വേട്ടയാടിയില്ലേ? നിങ്ങളുടെ ശിവസേനയെ പിളർത്തിയില്ലേ? നിങ്ങൾ NCPയെ പിളർത്തിയില്ലേ? പിന്നെ ശങ്കുറ്റിദാസ്, ഒരു കാര്യം കൂടി ഞാൻ പറയാം. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങളിപ്പോൾ കേവല ഭൂരിപക്ഷം തികയ്ക്കാനുള്ളൊരു പാർട്ടി ആയില്ല. കേവല ഭൂരിപക്ഷം തികയ്ക്കണമെങ്കിൽ നിതീഷ് കുമാറിനും അതോടൊപ്പം ചന്ദ്രബാബു നായിഡുവിൻ്റെയും മുന്നിൽ പോയി തല കുരിച്ച് നിൽക്കണം. ഞാൻ അത്രേ പറയുന്നുള്ളൂ. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പല പാർട്ടികളും, ദേശീയ പാർട്ടികളും പിന്നെ അതോടൊപ്പം പ്രാദേശിക പാർട്ടികളുമൊക്കെ പല സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ വന്നിട്ടും ആ തെരഞ്ഞെടുപ്പ് വിജയത്തെ അംഗീകരിക്കാതെ കോടിക്കണക്കിന് രൂപ നിങ്ങൾ വലവീശി പിടിച്ചുകൊണ്ടും കേന്ദ്ര അന്വേഷണ ഏജൻസികളെ തുറന്നു വിട്ടുകൊണ്ടും ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങൾ കർണാടകയാകട്ടെ, ഹിമാചലാകട്ടെ, മേഘാലയാകട്ടെ, പോണ്ടിച്ചേരി ആകട്ടെ, ഇന്ത്യയിലെ നിരവധി സംസ്ഥാനങ്ങളിൽ നിങ്ങൾ നടത്തിയ അധാർമികമായ കുതിരക്കച്ചവടം, രാഷ്ട്രീയ കുതിരക്കച്ചവടം, അത് ഇന്ത്യയിലെ ഇന്ത്യ മുന്നണി ഇപ്പോൾ നടത്തുന്നില്ല ശങ്കുറ്റിദാസെ. അതാണ് BJPയും ഇന്ത്യ മുന്നണിയുടെ ഭാഗമായ പാർട്ടികളും തമ്മിലുള്ള വ്യത്യാസം. നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളുടെ 241 ഉള്ളൂ. കേവല ഭൂരിപക്ഷം നിങ്ങൾക്കില്ല. കേവല ഭൂരിപക്ഷമില്ലാത്ത നിങ്ങൾ അധികാരത്തിൽ വരേണ്ടതില്ല എന്ന് ഇന്ത്യയിലെ ഇന്ത്യ കൂട്ടായ്മയുടെ ഭാഗമായ പാർട്ടികളൊന്ന് തീരുമാനിച്ചാൽ മതി. ആ തീരുമാനം ഇപ്പോൾ എടുക്കാത്തത് ധാർമ്മികത, രാഷ്ട്രീയ ധാർമ്മികത ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികൾക്കുള്ളതുകൊണ്ടാണ്. എന്ന് പറഞ്ഞാൽ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി നിൽക്കുന്നവരുടെ ഔദാര്യമാണ് നിങ്ങളുടെ പ്രധാനമന്ത്രി ഇപ്പോൾ സത്യപ്രതിജ്ഞ ചെയ്യുമെന്ന് പറയുന്നത്. പിന്നെ ഒരു കാര്യം കൂടി, ഇടതുപക്ഷത്തെ നിങ്ങൾ വല്ലാതെ അങ്ങ് പിന്നെ ചെറുതാക്കിയും നിസാരവൽക്കരിക്കാനും നിങ്ങൾ ശ്രമിച്ചല്ലോ. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ഉത്തർപ്രദേശ് ലക്നൗ പിടിക്കുന്നവർ ഇന്ത്യ പിടിക്കുമെന്നാണല്ലോ പറഞ്ഞത്. നിങ്ങൾ എവിടെ? UPയിൽ അഖിലേഷ് യാദവിന്റെ SP-യുടെ അവിടുത്തെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ മുന്നണി നിങ്ങളെ തകർത്ത് തരിപ്പണമാക്കിയില്ലേ? പഞ്ചാബിൽ നിങ്ങളെ തകർത്തില്ലേ? നിങ്ങൾ മഹാരാഷ്ട്രയിൽ നടത്തിയ അധാർമിക കുതിരക്കച്ചവടത്തിന് ആ മഹാരാഷ്ട്രയിലെ ജനം തിരിച്ചടി നൽകി. എന്താ ദേവേന്ദ്ര ഫട്നാവിസ് ഇപ്പോൾ നിങ്ങളുടെ ഉപമുഖ്യമന്ത്രി പറഞ്ഞത്? എനിക്ക് വയ്യ, ഞാൻ ഈ സർക്കാരിനെ ഇവിടെ നിന്ന് മാറാൻ പോകുന്നു, ഈ ഗവൺമെന്റിനെ പിരിച്ചുവിടാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ, എൻ്റെ ശങ്കുറ്റിദാസെ, നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ വിറച്ചു തുടങ്ങി. പിന്നെ ഇടതുപക്ഷത്തെ സംബന്ധിച്ച് നിങ്ങൾ പറഞ്ഞല്ലോ, ഞാൻ അഭിലാഷ് അതിന് കൂടി ഞാൻ മറുപടി പറയാം. ഒറ്റ കാര്യം, ഇടതുപക്ഷം ഉത്തരേന്ത്യയിൽ ഹിന്ദി ഹൃദയഭൂമിയിൽ 25 വർഷത്തിന് ശേഷം രാജസ്ഥാനിൽ അംബറാറാം ചെങ്കൊടി ഉയർത്തി കഴിഞ്ഞു. നിങ്ങൾ മനസ്സിലാക്കണം. അതോടൊപ്പം CPIക്ക് 2 സീറ്റ്, CPIMന് 4 സീറ്റ്, CPIMLന് 2 സീറ്റ്. അങ്ങനെ ഇന്ത്യയിലെ ഇടതുപക്ഷം വാസ്തവത്തിൽ ഇന്ത്യ കൂട്ടായ്മയുടെ അനിഷേധ്യമായ ഒരു ഭാഗമായി മാറി, ഒരു സംശയം വേണ്ട. പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോ നിങ്ങൾ മുന്നോട്ട് വയ്ക്കുക, നിങ്ങൾ വിറച്ചു. നിങ്ങളുടെ ഭാഷ ഞാൻ പരിശോധിക്കുകയായിരുന്നു, ആ ഭാഷയ്ക്കുള്ളിലെ ലിംഗ്വിസ്റ്റിക്സ് പരിശോധിക്കുകയായിരുന്നു. ഇതായിരുന്നില്ല
ഇതായിരുന്നില്ല ഡൽഹിയിലെ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ അർദ്ധരാത്രി നിങ്ങൾ പിടിച്ച് ജയിലിലിട്ടല്ലോ. ഹേമന്ത് സോറനെ നിങ്ങൾ ജയിലിലിട്ടല്ലോ. ആ മുഖ്യമന്ത്രിമാരെ ജയിലിലിട്ട് സംസ്ഥാന മന്ത്രിമാരെ ജയിലിലടച്ച് ഈ തമിഴ്നാട്ടിലെ മന്ത്രി അടക്കം നിങ്ങളെ ജയിലിലടച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ NIA CBI നിങ്ങളുടെ ആയുധമാക്കി വെച്ചിട്ടും എന്റെ ശങ്കുറ്റി ദാസെ ഇന്ത്യയിലെ കർഷകരാണ് വിജയിച്ചത്, ഇന്ത്യയിലെ ദളിതരാണ് വിജയിച്ചത്, ഇന്ത്യയിലെ ആദിവാസികളാണ് വിജയിച്ചത്. നിങ്ങളുടെ നാളുകൾ നിങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്തോ? നിങ്ങളുടെ നാളുകൾ എണ്ണപ്പെട്ടു. പ്രതിപക്ഷം നിങ്ങൾ ചെയ്ത ഓരോന്നിനും മറുപടി പറയിച്ചിട്ടേ പോകൂ ശങ്കുറ്റി ദാസെ. ശരി, ഓക്കെ.